കോഴിക്കോട് ജില്ലയിൽ UDF-ഉം LDF-ഉം പൊടിപാറ്റിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. മണ്ഡലത്തിൽ വലിയ സാധ്യത BJPക്ക് അധികമാരും കൽപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ BJP ഇത്തവണ മണ്ഡലത്തിൽ വോട്ട് കൂടുതൽ നേടുമെന്ന പ്രതീക്ഷയിലുമാണ്. വമ്പന്മാരെ തന്നെ അണിനിരത്താനുള്ള പ്ലാനിലാണ് നേതൃത്വം. ദേശീയ നേതാക്കളെ തന്നെ പ്രചരണത്തിനായി ഇറക്കാനാണ് ശ്രമം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരെ കോഴിക്കോട്, വടകര, വയനാട് മണ്ഡലങ്ങളിലെ പ്രചരണത്തിന് ഇറക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ഇത് ജില്ലയിൽ വലിയ ബൂസ്റ്റിംഗ് പാർട്ടിക്ക് നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. UDF സ്ഥാനാർത്ഥി MK രാഘവനും അതുപോലെ LDF സ്ഥാനാർത്ഥി എളമരം കരീമും പ്രചരണത്തിൽ വളരെയധികം മുന്നിലാണ്. താരപ്രചാരകർ വന്നാൽ മാത്രമേ മുന്നേറ്റമുണ്ടാകൂ എന്ന വിലയിരുത്തലിലാണ് BJP ജില്ലാ നേതൃത്വം. K സുരേന്ദ്രൻ അടക്കമുള്ളവർ വയനാട്ടിൽ മത്സരിക്കുന്നതിനാൽ കൂടുതൽ ശ്രദ്ധ അവിടെയായിരിക്കും. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ BJPക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജില്ലയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കാര്യമായ മുന്നേറ്റം പാർട്ടിക്കുണ്ടായിരുന്നില്ല. 2019 അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. 1,61,216 വോട്ടുകളാണ് അദ്ദേഹത്തിന് ആകെ ലഭിച്ചത്. 15.53% ആകെ ലഭിച്ച വോട്ട്. 2014 അപേക്ഷിച്ച് കാര്യമായ നേട്ടവും BJPക്ക് ഉണ്ടായിരുന്നില്ല. 2014 CK പത്മനാഭൻ മത്സരിച്ചപ്പോൾ 1,15,760 വോട്ടുകളാണ് പാർട്ടിക്ക് ലഭിച്ചത്. 12.27% ആകെ ലഭിച്ച വോട്ട്. ഇത്തവണ MT രമേശിലൂടെ വോട്ട് ശതമാനം അടക്കം വർദ്ധിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. എന്നാൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പരിശ്രമിച്ചാൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ദേശീയ നേതൃത്വം വന്നാൽ പ്രചരണം മാറുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ നേതാക്കൾ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുമിച്ച് ശ്രമിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി എത്തിയേക്കാനും സാധ്യതയുണ്ട്. അതിനായി പ്രധാനമന്ത്രി വരുന്നതിനൊപ്പം കോഴിക്കോട്ടോ കാസർഗോഡോ റോഡ് ഷോ നടത്താനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇറങ്ങുന്നതോടെ ദേശീയ നേതാക്കളിൽ പലരും അവിടേക്കെത്താൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് ലക്ഷ്യം. അതേസമയം വയനാട്ടിൽ K സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥിയായതോടെ ഒരുങ്ങുന്നത് ശക്തമായ പോരാട്ടം തന്നെയാണ്. ഇടതുപക്ഷം മണ്ഡലത്തിൽ സജീവമായ പ്രചരണത്തിലാണ്. UDF സ്ഥാനാർത്ഥി ഇതുവരെ എത്തിയില്ലെങ്കിലും പ്രചരണം ഒട്ടും മോശമാക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധി ഉറപ്പായും ജയിക്കുമെന്ന് പറഞ്ഞ് ഉഴപ്പരുതെന്ന് നേരത്തെ തന്നെ നേതൃത്വം ജില്ലയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയതാണ്. രാഹുൽ രാഷ്ട്രീയ ടൂറിസ്റ്റ് എന്ന വിശേഷണമാണ് BJP നൽകുന്നത്. LDF-ഉം ആ രീതിയിൽ തന്നെയാണ് പ്രചരണം നടത്തുന്നത്. രാഹുൽ വരുന്നതോടെ മാത്രമേ ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകാൻ UDF-ന് സാധിക്കൂ. അടുത്തയാഴ്ച രാഹുൽ വയനാട്ടിലെത്തിയേക്കും. LDF സ്ഥാനാർത്ഥി ആനി രാജ മണ്ഡലത്തിൽ ശക്തമായ പ്രചരണവുമായി സജീവമായി കഴിഞ്ഞു. UDF-നെതിരെയും കോൺഗ്രസിനെ നേരിട്ട് ആക്രമിച്ചും LDF നേതാക്കളെല്ലാം വയനാട്ടിൽ സജീവമാണ്. ഈ സാഹചര്യത്തിൽ പിന്നിൽ പോകുന്നത് ഭൂരിപക്ഷത്തെ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ തിരക്കിലായതിനാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത് നേരത്തെ വൈകിയിരുന്നു. എന്നാൽ ജോഡോ യാത്ര കഴിഞ്ഞിട്ടും രാഹുൽ ജില്ലയിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വരവ് പ്രതീക്ഷിച്ച കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് നിരാശയിലാണ്. രാഹുലിന്റെ അസാന്നിധ്യം പ്രചരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്.